പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വെളിപ്പാട് പുസ്തകം ഭാവികാല സംഭവങ്ങളുടെ ചുരുള് അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഈ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം വരെ ഓരോ ആഴ്ച ഇവിടെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ഓരോ ആഴ്ച വായിച്ചിട്ട് വന്നാൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയും. മത്തായിയിൽ തുടങ്ങിയതാണ്, വെളിപ്പാടിൽ അവസാനിക്കുമ്പോൾ വീണ്ടും മത്തായിയിൽ തുടങ്ങും വായിക്കാനായിട്ട്. എന്തിനാ ഓരോ വ്യാഖ്യാനങ്ങളും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ കരുത്ത് പകരട്ടെ. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രാർത്ഥനാമുറിയിൽ ബോധ്യം തന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മ നിയോഗിതനായി കുറിച്ചിരിക്കുന്ന 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചത്. ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും. 4 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. നാം പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. 2, അവസാനത്തോളം ഒരുപോലെ നാം ഉത്സാഹം കാണിക്കണം. 3, നിങ്ങൾ മന്ദത ഉള്ളവർ ആകരുത്. 4, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ ആകണം. ഈ 4 കാര്യങ്ങൾ പൗലോസ് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്ന ഭാഗമാണ്. അല്പനേരം നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ധ്യാനിക്കാൻ പോവുക. എബ്രായ ഇതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാർ പിന്മാറ്റത്തിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി കുറച്ചു പേര്. അപ്പോൾ പിന്മാറിപ്പോകരുത് എന്ന് പറഞ്ഞ് ഈ എബ്രായ ലേഖനം എഴുതുകയാണ്. അവർ ഇല്ല എന്ന് പറഞ്ഞാണ് പിന്മാറിപ്പോയത്. സ്തോത്രം. ഞങ്ങൾക്ക് ഒരു പുരോഹിതനില്ല, ഞങ്ങൾക്ക് ഒരു പള്ളിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയപ്പം ഉണ്ട് എന്ന് ഈ ലേഖനകർത്താവ് എഴുതുക. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇത് എന്തവരില്ലെന്ന് പറഞ്ഞു, അതല്ല ഉണ്ട് എന്ന് എഴുതി കുറിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് അല്പസമയം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. ഈ 6-ാം അധ്യായം നമ്മൾ മുഴുവൻ പഠിക്കുമ്പം ചിലരെ പിന്മാറിപ്പോയ അവസ്ഥ കാണുന്നുണ്ട്, ചില കുടുംബങ്ങളിൽ ശാപം വെളിപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് എഴുതുകയാണ്, സ്തോത്രം, അങ്ങനെ നിങ്ങൾ പിന്മാറിപ്പോകരുത്. സ്തോത്രം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാണ്. മാത്രമല്ല, നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തതെല്ലാം എൻ്റെ ദൈവം ഓർത്ത് നിങ്ങളെ മാനിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുക. ഇവിടുത്തെ 1-ാമത്തെ ആശയം പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രത്യാശയുടെ ഓപ്പോസിറ്റ് എന്തുവാ? നിരാശ. നമ്മളിന്നിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യാശയുള്ളതുകൊണ്ടാണ്. നിരാശപ്പെട്ടിരിക്കുവാണെങ്കിൽ രാവിലെ കമ്പിളി പോതിച്ച് കമ്പിളിക്കീഴിൽ ഇപ്പോൾ ഉറങ്ങിയേനെ. നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ, ആരാ രാവിലെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? രാവിലെ ഉറങ്ങാത്തതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? എത്ര പ്രശ്നം വന്നിട്ടും നിന്നെ തകർക്കാത്തത് നിനക്ക് പ്രത്യാശയുള്ളതുകൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമുക്ക് എന്തോ ഉണ്ടോണ്ടാ? പ്രത്യാശയുള്ളതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ തകരുവെന്ന് പിശാച് വാദിക്കുമ്പോഴും നിനക്ക് പ്രത്യാശയുണ്ട്, അതിൽ നിന്ന് ദൈവം എന്നെ കരകയറ്റും. പ്രത്യാശ ഒരു വലിയ വിഷയമാണ്. പ്രത്യാശയില്ലാത്ത മനുഷ്യർ, ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു പാഴ്സണയിലാണ് താമസിക്കുക, എലവന്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ രാവിലെ എന്നെ കാണാൻ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ കടം തരണം. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ചേട്ടത്തിയും കുടുംബവും ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തുവാ പ്രശ്നം? പറഞ്ഞു, അവർക്ക് ഭയങ്കര കടമായിരുന്നു, അതുകൊണ്ട് അവർ ഹോട്ടലെടുത്ത് വിഷം കടിച്ച് മരിച്ചെന്ന് പറഞ്ഞു. പേപ്പറിലൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ കടം? 3 ലക്ഷം രൂപ കടമുണ്ട്, അവർക്ക് വീട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ പോയി ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തേച്ച് തൃപ്പൂണിത്തുറ ഒരു യോഗത്തിന് ചെന്നപ്പം ഒരു അംബാസഡർക്കാർ കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് നൃത്തം ചെയ്ത് ആരാധിക്കുക. യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, 85 ലക്ഷം രൂപ കടമുണ്ടെന്ന് മാറാൻ കേട്ടോ. 3 കോടി കടമുള്ള ആൾ ആത്മഹത്യ ചെയ്തപ്പോൾ 85 കോടി കടമുള്ള കൈയടിക്കുക. അവന് പ്രത്യാശയുണ്ട്. മനസ്സിലായി? നിൻ്റെയും എൻ്റെയും ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തുവാ? പ്രത്യാശയുണ്ടെന്നുള്ളതാണ്. നിരാശയെ തകർക്കുന്നൊരു വലിയ കാര്യമാണ് നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന പ്രത്യാശ. നീ എത്ര വലിയ പ്രതിസന്ധി കൂടെ പോയാലും ഓർത്തോണം, നിൻ്റെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
ഹല്ലേലൂയ. ഒരു പ്രത്യാശയില്ലാത്ത അബ്രഹാമിനെ വിളിച്ചു ദൈവം പ്രത്യാശ കൊടുത്തു. ആകാശത്തിൽ നോക്ക, നക്ഷത്രത്തെ എണ്ണാങ്കി എണ്ണ, ഇതുപോലെ നിനക്ക് പിള്ളേരെ തരാം. സ്തോത്രം. അവൻ ഇച്ചിരി ഒന്ന് അബ്രഹാം ഒന്ന് ഡൗൺ ആകുമ്പോൾ ദൈവം ദർശനത്തിൽ വന്നേച്ച് പറയും, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് പിള്ളേരെ തരാം, കടൽക്കടലിലെ മണത്തരി പോലെ നിനക്ക് പിള്ളേരെ തരാം. പിന്നെയും പുള്ളി ഇച്ചിരി ഡൗൺ ആകുമ്പോൾ വന്നേച്ച് പറയും, എൻ്റെ പേര് സർവശക്തൻ എന്നാണ്. നീ എൻ്റെ മുമ്പാകത്ത് കണ്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഓരോ വചനങ്ങളും ഓരോ ദർശനങ്ങളും ഓരോ സ്വപ്നങ്ങളും ഓരോ വെളിപ്പാടുകളും നമ്മുടെ അകത്ത് വലിയ പ്രത്യാശയുടെ സമൃദ്ധി നൽകുന്നതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പകല് ഏതെങ്കിലും കാര്യത്തിൽ നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം, നിരാശ ജയിച്ചാൽ തന്നെ ഭയങ്കര വിടുതലാണ്. നിങ്ങൾക്കറിയാമോ, ലോകം മുഴുവൻ ഇപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് തിരുവല്ലക്കാർ മുഴുവൻ പറയും, ആ മനുഷ്യൻ പരാജയപ്പെട്ടെന്ന്. പക്ഷേ ആ പുള്ളി പരാജയപ്പെടത്തില്ല. പക്ഷേ പുള്ളിയുടെ മനസ്സ് പറയുക, നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, 1000 പേര് നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാലും നിൻ്റെ അകത്തെ പ്രത്യാശയുടെ സമൃദ്ധി പോകരുത്. ആരെല്ലാം നീ തോറ്റെന്ന് പറഞ്ഞാലും നീ തോക്കുകയല്ല, നിൻ്റെ മനസ്സ് പറയണം, ഞാൻ ജയിച്ചിരിക്കുകയാണ്. എത്ര പേര് അതിനാമയും പറയാൻ പറ്റും? നമ്മൾ ഈ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഇച്ചിരി ഗഹനമായ ഒരു സന്ദേശം. 6-ാം അധ്യായത്തെ നമ്മൾ ഒന്ന് ധ്യാനിച്ച് വെച്ച് ഈ ഭാഗത്തോട്ട് ഓടി വരാം. 6-ാം അധ്യായം ഒന്നെടുത്ത്. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. നിങ്ങൾക്കറിയാമോ, ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, കർത്താവിങ്കിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ പിന്മാറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഒരിക്കൽ UK-യിലൂടെ സ്തോത്രം ഒരു ദൈവദാസനൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ പുള്ളി എന്നെ കാണിച്ചു. ഫണിച്ചേച്ചി പറഞ്ഞു, ഇതൊരു മനോഹരമായ പള്ളിയായിരുന്നു, ഇപ്പം ബാറായി. ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട, കേരളത്തിലും വരാൻ പോവാ ഇങ്ങനെയൊക്കെ. പക്ഷെ അതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അകത്ത് ആ പ്രത്യാശയുടെ സമൃദ്ധി വെളിപ്പെടണം. ഒത്തിരി പേര് പിന്മാറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഇത് കാറും വീടും തരുന്ന മാർഗമല്ല, അതെല്ലാം കോംപ്ലിമെൻ്റാ. പക്ഷെ ദൈവം തരുന്നത് നിത്യജീവനാ. എത്ര പേർക്ക് അത് രാമ്യം പറയാൻ പറ്റും? ഞാനിവിടെ ഇരിക്കുന്ന ബൈബിൾ വാക്യം ശ്രദ്ധിക്കുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അതോടുകൂടി ഇതെല്ലാം നിനക്ക് തരാമെന്ന് എന്ന് പറഞ്ഞാൽ, നിന്റെ ലൈഫിൽ നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നീ ചഞ്ചലപ്പെടണ്ട, നീ അവൻ്റെ രാജ്യം അന്വേഷിച്ചാൽ മതി. എബ്രായ ലേഖനത്തിൻ്റെ വാക്യമുണ്ട്, വിശ്വാസത്തിന് നായകനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എന്തുവാ? 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. 3-ന്റെ-1 ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നോക്കിയാ പോരാ. രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായത് എങ്ങനെയാ? അവൾ ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് നിന്റെ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്ക്. നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം യേശുവിലുണ്ട്. കണ്ണ് പറിക്കരുത്. ഒരു വണ്ടി എടുക്കാൻ പോകുമ്പം, നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പോയ ടയർഡ് ഒരു പുതിയ ഹൈബ്രിഡ് ഇനോവ എടുക്കാൻ പോകും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത്രയും ഒരു ഇനോവ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന കേട്ടു. അയ്യോ, ഈ വണ്ടി അപകടം ഉണ്ടാകുന്ന, അതുകൊണ്ട് എടുക്കത്തില്ലെന്ന് ആരും മാറിപ്പോകത്തില്ല. നമുക്ക് ഒരാൾക്ക് അപകടം ഉണ്ടായെങ്കിൽ നീ അപകടം വരാതെ സൂക്ഷിച്ചോണം. എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് സ്തോത്രം, പ്രത്യാശ അകത്തില്ലെങ്കിൽ അടുത്ത വാക്കാണ് നിരാശ. ഈ നിരാശപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ വർത്താനം പറയുമ്പോഴേ നമുക്കറിയാം അവർക്ക് ഭയങ്കര നിരാശയാണ്. ചില കൊച്ചൊരു രോഗം വന്നാൽ മതി അങ്ങ് നിരാശ വരും. ഒരു ദൈവത്തിന് സ്തോത്രം. ആ സമയത്തൊക്കെയാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഈ ഒരു മീറ്റിങ്ങിൽ സ്തോത്രം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇറങ്ങി ജനത്തിനിടെ കൂടെ പോകാൻ പറഞ്ഞു. പോയിട്ട് ഒരു മനുഷ്യൻ്റെ തലയെ കൈവച്ചു പറഞ്ഞു, നീ പേടിക്കണ്ട, സ്തോത്രം, നിൻ്റെ കൂടെ ഞാനുണ്ട്, സ്തോത്രം. നീ എന്തിനെ ഭയപ്പെടുന്നു, അതും നിനക്ക് ഭവിക്കത്തില്ലെന്ന് ഞാൻ അവൻ്റെ ചെവി ചെന്ന് പറഞ്ഞു വെച്ചു. ആ പുള്ളി അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടം. സ്തോത്രം. യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ ചോദിച്ചു, എന്താന്ന് യോഗം പറഞ്ഞു, സ്തോത്രം, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് ബയോപ്സിക്ക് അയച്ചേക്കുക, നാളെ റിസൾട്ട് വരും, ഞാൻ ചാകാതെ ചത്തിവിടെ നിൽക്കുമായിരുന്നു. അന്നേരം ആ ദൈവം എൻ്റെ ചെവി വന്ന് പറഞ്ഞത് ഭയപ്പെടുന്ന ഭവിക്കത്തില്ലെന്ന്. പിറ്റേ ദിവസം റിസൾട്ട് വന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു. പുള്ളിക്ക് ആ വിഷയം നോർമലായി കിട്ടി. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. എപ്പം നിനക്ക് നിരാശ വരുമോ അപ്പോൾ പ്രത്യാശയുടെ വചനം വരും. ഒന്നീ സ്വപ്നത്തിൽ ഇടപെടും, അല്ല ദർശനത്തിൽ ഇടപെടും, അല്ല വെളിപ്പാടിൽ ഇടപെടും, അല്ല പ്രവചനത്തിൽ ഇടപെടും, അല്ലെങ്കിൽ വചനത്തിൽ ഇടപെടും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അറിവിലേക്കൂടെ പറയാം. സ്തോത്രം. ദൈവത്തോട് സംസാരിക്കാൻ 2 വഴികൾ നമുക്കുണ്ട്. 1, പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കാം. 2, അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാം.
ഈ രണ്ട് രീതി നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദർശനത്തിൽ സംസാരിക്കാം, വെളിപ്പാടിൽ സംസാരിക്കാം, വചനത്തിലൂടെ സംസാരിക്കാം, സ്വപ്നത്തിലൂടെ സംസാരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവ പ്രവചനത്തിലൂടെ സംസാരിക്കാം. എങ്ങനെ വേണേലും ദൈവത്തിന് സംസാരിക്കാം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ദൈവത്തിന് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ പ്രവാചകന്മാരില്ലെങ്കിൽ ദൂതന്മാരെ ഇറക്കി ദൂത് പറയും. അങ്ങനെ ഒത്തില്ലെങ്കിൽ കഴുതയുടെ വാ തുറന്നാലും ദൈവം സംസാരിക്കും. ദൈവത്തിന് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ നീ ഏത് സ്ഥലത്ത് ചെന്നാലും ദൈവം സംസാരിക്കും. ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്റെ നിരാശകൾ പൊട്ടണം. നടക്കത്തില്ലെന്ന് യെസ്, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എവിടൊക്കെയോ നിരാശകൾ പൊട്ടിമാറുകയാ. നിന്നെ ഒന്നുമാക്കാൻ അനുവദിക്കാത്ത, നിന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ആ നിരാശയുടെ മേഖലകൾ ഇന്നത്തെ ആരാധന പൊട്ടി അകത്തളങ്ങളൊരു പ്രത്യാശ. ഓ ഹല്ലേലൂയ. അപ്പൊ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് 4-ാം വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. അയ്യോ, വളരെ നല്ല വാക്യം കേട്ടോ. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവമൊക്കെ ഇപ്പോൾ ഓർക്കണം, നമ്മൾ അനുഭവിക്കുന്ന എത്ര വലിയ പദവിയാണ് ഈ വാക്യത്തിലാവുള്ളത്. ആ വാക്യം ഒന്ന് നിർത്തി വായിച്ച്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. ഇന്നിവിടെ നിങ്ങൾ വരാൻ കാരണം എന്താ? ഈ തിരുവല്ലായിൽ ആർക്കും ഇല്ലാത്തൊരു പ്രകാശം നിങ്ങളുടെ അകത്ത് ലഭിച്ചതുകൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. അപ്പൊ ആ ഒരു ദൈവമക്കൾ എന്നും എന്ത് അനുഭവിക്കുക? സ്വർഗീയ ദാനങ്ങൾ എന്ത് ചെയ്യുക? അനുഭവിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്വർഗീയ ദാനം എന്ത് ചെയ്യുക? ആസ്വദിക്കുക. സ്വർഗീയ ദാനം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ലൊരു എക്സാമ്പിൾ പറയാം. ഐസ്ക്രീം ഒക്കെ നമ്മൾ ആസ്വദിച്ചാണ് കഴിക്കുന്നത്, അല്ലേ? പാവയ്ക്ക ജ്യൂസ് ആസ്വദിച്ചാണോ കഴിക്കുന്നത്? പറ. അല്ല, ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം ബാറിലൊക്കെ പോയി അങ്ങോട്ടിരുന്നാൽ ഒരു 20 രൂപയുടെ ഒരു ഐസ്ക്രീം കൊണ്ടുവച്ചിട്ട് അതിനകത്തൊരു ചെറിയ സ്റ്റക്ക്, അതോ സാമ്പാർ വന്ന വലിയ തവിയാണോ? അല്ല, ഒരു കൊച്ചു സ്റ്റിക്ക് തരും. നമ്മളതുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച് ഇച്ചിരി വായിലിട്ട് ഇങ്ങനെ ഇരിക്കുക. പണ്ട് ഞാനൊരു പുള്ളിയും കൂടെ ഒരു കല്യാണം കഴിഞ്ഞ് വണ്ടിയെ കയറിയപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഒരു മുട്ടായി വേണമെന്ന് ചോദിച്ചു. വേണ്ട, ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പോകുന്നു. കണ്ടോ, ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കഴിച്ചു കൂട്ടേണ്ടതല്ല, സത്യത്തെ ആസ്വദിക്കേണ്ടതാണ്. ബൈബിൾ പറഞ്ഞാൽ നിന്റെ ഭാരം കർത്താവിൻ്റെ മേലെ ഇട്ടിട്ട് നീ ഫ്രീ ആയിട്ട് നടക്കാനാ. എത്ര പേർക്ക് ആത്മീയ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും? എന്നും ഭാരം, എന്നും പ്രയാസം. ഈയിടെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവർ ഒരു വാടക വീട്ടിലായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ അവരൊരു പുതിയ വീട് വെച്ചു, മാറി. നല്ല വീടാണ്, മനോഹരമായ വീടാണ്. ഞാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെ മാസം അടയ്ക്കും. എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഇത് വിറ്റച്ച് വാടകയ്ക്ക് തന്നെ പോകും. അല്ലാതെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാന്ന് എന്തുവാ ജീവിതം? ക്രിസ്തീയ ജീവിതം. എന്നും രാവിലെ കരച്ചിൽ. ചിലത് എന്നും രാവിലെ ഉപവാസം. ഇന്ന് മോന് വേണ്ടി ഉപവാസം, നാളെ മോക്ക് വേണ്ടി ഉപവാസം, മറ്റന്നാളെ ഭർത്താവിന് വേണ്ടി ഉപവാസം, പിറ്റേന്ന് ബിസിനസ്സിന് ഉപവാസം. എന്നും ഉപവാസം, എന്നും കരച്ചിൽ, എന്നും പ്രാർത്ഥന, എന്നും നിലവിളി. അയ്യോ കർത്താവ് ഒന്നും ചെയ്യുന്നില്ലേ? ഈ പരാതി പ്രാർത്ഥന ഒന്ന് നിർത്താവോ? ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ദൈവം എഴുന്നേറ്റ് പോകും. കാരണം നീ പരാതിയാ. മിണ്ടുന്നില്ലല്ലോ. ഞാനിപ്പോൾ സണ്ണി പാസ്റ്ററെ കണ്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയമെല്ലാം പറഞ്ഞ, പാസ്റ്ററെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പറയുമ്പോൾ പാസ്റ്റർ പറയും പ്രാർത്ഥിക്കാമെന്ന് പറയും. നാളെ ഞാൻ ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്ന്. മറ്റന്നാൾ പിന്നെ മുമ്പിൽ പറയും ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. അതിൻ്റെ മറ്റന്നാൾ ഞാൻ അതിലേ വരുമ്പോഴേ പുള്ളി ഇതിലേ പോകും. എൻ്റെ കാരണം എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്ന് പറയാം. ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന 24 മണിക്കൂറും ദൈവം കേൾക്കാൻ റെഡിയാ. പക്ഷേ കരഞ്ഞ് ജീവിക്കരുത്, എന്നും പരാതി പറഞ്ഞുകൊണ്ട് ജീവിക്കരുത്. ആസ്വദിക്കണം ജീവിതം. ദൈവമക്കൾ സങ്കീർത്തനത്തിൽ വാക്കുണ്ട്, യഹോവയിൽ തന്നെ രസിക്കണം. എവിടെ? ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ. നിങ്ങളുടെ കുടുംബം വിശ്വസിക്കാമോ? അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂതന്മാർ വന്ന് കയറിയതുപോലെ നിന്റെ വീട്ടിൽ ദൈവദൂതന്മാർ കയറിയിറങ്ങണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തെ തടയാൻ പിശാചിന് കഴിയുമെങ്കിൽ ആ തടസ്സം പൊട്ടിച്ച് വാഗ്ദത്തത്തിലെ ചുരുളഴിച്ച് വിടുതലിൻ്റെ ദിവസം കുറിക്കാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമോ? ഇന്ന് പകൽ വിശ്വസിക്കാമോ? അബ്രഹാമിൻ്റെ വീടിനെ തകർത്ത ദുഷ്ടശക്തികൾ നിൽക്കുമ്പോൾ ആ വഴിയിൽ കൂടെ തന്നെ ദൂതന്മാർ നടക്കുക. എന്തിനാണ്? ആമേൻ, തടഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ സ്വർഗീയ ദാനം എന്ത് ചെയ്യുക? ആസ്വദിക്കുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം ആസ്വദിക്കേണ്ട ജീവിതമാണ്. ഞാൻ ചോദിക്കുക, നമ്മൾ പല കാര്യത്തിനും ഇങ്ങനെ വിചാരപ്പെടുന്ന ആൾക്കാരാ. അങ്ങനെ വിചാരപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും വിടുതൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി, ഭയങ്കര രാത്രി മുഴുവൻ ടെൻഷൻ എടുക്കുക, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു. ഇപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഇന്ന കുഴപ്പങ്ങളെല്ലാം കണ്ടു, ഇങ്ങനെ നെഞ്ചു തിരുമ്മിയിരിക്കുക. 5 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വന്ന ഒരു കുഴപ്പമില്ല. അയ്യോ ഹാപ്പിയാണ്. ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. എന്താ ആ സ്വപ്നം? എന്താ നേരത്തെ കാണാഞ്ഞ്?
യോസഫിന് പ്രശ്നം വരുന്നതുകൊണ്ട് ദൈവം നേരത്തെ സ്വപ്നം കൊടുത്തു, നീ ആരാകാൻ പോവാ. പ്രത്യാശ, ഓരോ സ്വപ്നങ്ങളും ഓരോ വെളിപ്പാടുകളും നമ്മുടെ പ്രത്യാശയാണ്. ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പം സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെയും ആസ്വദിക്കുകയും ചെയ്യുന്ന. അപ്പൊ നല്ല വചനം ആസ്വദിക്കണം. അപ്പൊ ഇവിടെ വായിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വർഗീയ ദാനം ആസ്വദിക്കണം, വചനം ആസ്വദിക്കണം, പിന്നെന്തുവാ, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കണം. ശക്തിയും ആസ്വദിക്കുകയും 3 കാര്യം ആസ്വദിക്കണം എന്നാ ബൈബിളില്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വർഗീയ ദാനം ആസ്വദിക്കണം. 2, ദൈവത്തിന്റെ നല്ല വചനം എന്ത് ചെയ്യണം? വചനമൊക്കെ കേൾക്കുമ്പോൾ സ്തോത്രം ആസ്വദിക്കണം. ആ വചനം നിങ്ങൾ കണ്ടോ, ചിലരൊക്കെ വചനം കേൾക്കുന്നുണ്ട്, അവരെ മുഖത്ത് നോക്കിയാൽ തന്നെ പ്രസംഗിക്കാൻ തോന്നും. സ്തോത്രം. ചിലരുടെ ഇന്ന് വരെ മുഖം തെളിഞ്ഞ് കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി സന്തോഷമായിട്ടൊന്ന് ഇരിക്കാൻ പറ, ഒന്ന് ചിരിച്ചോണ്ടൊക്കെ പറ. നിങ്ങൾ പറഞ്ഞ അയാൾ സന്തോഷമായിട്ട് ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുക, ആരാധന നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിന് സന്തോഷിക്കും? ദൈവമക്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആരാധന. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു. ഇന്നിവിടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് നിരാശയില്ലാത്ത പൗലോസിൻ്റെ കാലാമത്തിലിട്ടാലും പൗലോസ് രാത്രി പാട്ട് പാടിക്കഴിഞ്ഞാൽ ആരാധനയ്ക്ക് നടുവിൽ ചങ്ങലകൾ പൊട്ടും. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ചിലത് ആസ്വദിച്ചിട്ടേ പോകാവൂ. സ്വർഗീയ ദാനം ആസ്വദിക്കണം, നല്ല വചനം ആസ്വദിക്കണം, വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ഹല്ലേലൂയ ആമേൻ ആസ്വദിക്കുകയും ചെയ്യുന്നവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. നാളെ തൊട്ടേച്ചോള പിന്മാറിപ്പോയല്ലെന്ന് പറ, തൊട്ടേച്ച് പറ പിന്മാറി. പാസ്റ്റർ, ഞാൻ പിന്മാറിയൊന്നുമില്ല. ആര് പറഞ്ഞു? ചെറിയ ചെറിയ പിന്മാറ്റം ഉണ്ടേല് ഇന്ന് മടങ്ങി വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇവിടെ വചനം പറയാ, ഭൂമി പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചു. വചനത്തിന്റെ വെളിപ്പാടിൽ ഭൂമി ഹൃദയ വചനം എന്ന് പറയുന്നതാണ് മഴ. സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ വായിക്കണ്ട, എൻ്റെ വചനം മഴ പോലെ പെയ്യും, എൻ്റെ ഉപദേശം മഴ പോലെ പെയ്യും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നിന്റെ ഹൃദയത്തിനകത്ത് എന്ത് വീഴണം? പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്. നമ്മൾ കണ്ടുകൊണ്ട് ഈ ഉണക്ക സമയത്തൊക്കെ ഈ ഭൂമി നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു പച്ച പോലും മുളയ്ക്കത്തില്ല. എന്നാൽ 4 മഴ പെയ്ത് കഴിയുമ്പോഴോ ഉണങ്ങിക്കിടന്ന ഭൂമി അകത്ത് കിടന്ന വിത്തിനകത്തും ഇങ്ങനെ മുള പൊട്ടുക. അപ്പോൾ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വചനങ്ങൾ ഓരോ ദിവസവും മുള പൊട്ടി പുറത്തു വരണം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അടുത്തത് വായിച്ചേ. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ ആ സ്ഥാനത്ത് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാണ്. ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. നമ്മളിൽ നിന്ന് ശാപത്തിന്റെ സന്തതി പുറത്തു വരരുത്, അനുഗ്രഹത്തിന്റെ സന്തതി പുറത്തു വരണം. മുള്ളും പറക്കാരെ മുളപ്പിക്കരുത്, അത് ശാപത്തിന്റെ സന്തതിയാണ്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പം ഒരു കാര്യം കൂടെ, 10-ാമത്തെ വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നീ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്താലും മറന്നു കളയാത്ത ദൈവം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർക്ക് അബ്രഹാം 3 ഇടങ്ങഴി മാവെടുത്ത് ദൈവത്തിന് സ്തോത്രം അപ്പം ചുട്ടും 3 ദൂതന്മാർക്ക് കൊടുത്തെങ്കിൽ അവന്റെ സന്തതി വർഷങ്ങളോളം ഇടങ്ങഴി മന്ന പറക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ചെയ്തതൊക്കെ ദൈവം കുറിച്ചു വെക്കുക. നിന്റെ സന്തതി പരമ്പര അതിന്റെ നന്മ അനുഭവിക്കും. ആര് ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടോ, ആര് ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ, അവന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കും.
ഓ, മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇനിയും പ്രധാന ഭാഗത്തേക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് പ്രത്യാശ വേണം. എന്താ വേണം? പ്രത്യാശ വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എല്ലാവരും സങ്കടപ്പെടുന്ന വിഷയത്തിൽ നീ സങ്കടപ്പെടരുത്. കാരണം നിൻ്റെ അകത്ത് എന്തോ ഉണ്ട്? പ്രത്യാശയുണ്ട്. ചിലർ ചോദിക്കും, നിനക്ക് വലിയ വിഷമമുണ്ടോ? വലിയ വിഷമമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര പ്രത്യാശയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 24-25 വാക്യം, പ്രത്യാശയാൽ അല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയാലാണ്. കാണുന്ന പ്രത്യാശയല്ല. ചോദിക്കട്ടെ, എല്ലാവരും രക്ഷിക്കപ്പെട്ടാണോ? ആണോ? ഞാൻ രക്ഷിക്കപ്പെട്ടത് പാസ്റ്റർ മുമ്പേ പറഞ്ഞ 666 നിങ്ങൾ പേടിക്കണ്ട. പാസ്റ്റർ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത് കേട്ടോ. ഞാനാന്നേ ഒരിക്കലൊരു കാറ് വാങ്ങിക്കാനായിട്ട് വണ്ടി കണ്ടിട്ട് വിലയൊക്കെ പറഞ്ഞു. സത്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി അടുക്ക ചെന്നപ്പം 666 നമ്പർ. ഞാൻ പറഞ്ഞു, സാറേ വണ്ടി ഇഷ്ടപ്പെട്ടു, നമ്പർ ഇഷ്ടപ്പെട്ടില്ല, കാറ് വാങ്ങിച്ചില്ല. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ശ്രദ്ധിച്ചേ, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ആ കാര്യം ഓർക്കുമായിരുന്നു. ശരി, 666 ഒത്തിരി പേടിയാ ചിലർക്ക്. ഞാൻ പോലും പേടിച്ചു പോയില്ലേ? മിണ്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ നമുക്ക് വലിയ പ്രത്യാശയുണ്ടാകണം. ഒരാമയും പറഞ്ഞാട്ടെ. എന്തുവാണ് വലിയ പ്രത്യാശ? ഈ നമ്മൾ ഒരു കാര്യത്തിന് മുമ്പ് ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഓർത്തോണം. നമുക്ക് വലിയ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മളെ പ്രത്യാശ കാണാത്തതിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. നാം രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയാലാണ്. സ്തോത്രം. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധേയമായ വാക്യമുണ്ട്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. പ്രത്യാശ തരുന്ന ആരാണ്? ദൈവമാണ്. ആരുടെയും അകത്ത് നിരാശയുണ്ട്, ആ നിരാശയെ പൊട്ടിക്കുന്ന പ്രത്യാശ നിനക്ക് തരുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ചിലരുടെ ജീവിതത്തിൽ എന്നും നിരാശയാണ്. അത് മാറണം. ഒരു ചെറിയ രോഗം വന്ന് അപ്പം നിരാശ, കടം വന്ന് അപ്പം നിരാശ, പ്രശ്നം വന്ന് അപ്പം നിരാശ. അങ്ങനെയല്ല, നിങ്ങളുടെ അകത്ത് പ്രത്യാശയുടെ സമൃദ്ധി നിലനിൽക്കണം. നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിൽ എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കേട്ടോ, പ്രത്യാശയുടെ സമൃദ്ധി. നിന്നെ നിരാശപ്പെടുത്തി വീട്ടിൽ ഇങ്ങനെ കുത്തിക്കൂനി ഇരുത്തിക്കാനാ ചിലരൊക്കെ നോക്കുന്നത്. ഈ വാക്കുകൾക്ക് ഭയങ്കര പവറാ. സ്തോത്രം. ഇസ്മായേൽ പറഞ്ഞു, ഏലിയാവിനോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എടുക്കും. പുള്ളി എന്താ ചെയ്യുന്നറിയോ? ഒരു ഒറ്റ ഓട്ടം. ഈ നിരാശ കയറി പിടിച്ച വലിയ പ്രശ്നമാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആരുടെയും ഉള്ളിൽ നിരാശ കയറിയിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ആ പ്രത്യാശയുടെ സമൃദ്ധി നിന്റെ അകത്ത് വരണം. ഏതാ പ്രത്യാശ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അതാ പ്രത്യാശ. നമ്മൾ ഇവിടുത്തുകാരല്ലെന്നുള്ള പ്രത്യാശ, നാം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുണ്ടെന്നുള്ള പ്രത്യാശ, നമ്മളെ ദൈവം നടത്തുമെന്ന പ്രത്യാശ. എത്ര പേർക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈദ്യന്റെ ഉള്ളിൽ ബാങ്കിൽ 10 കോടി രൂപ ഇല്ലെങ്കിലും സന്തോഷവും സമാധാനം കൊണ്ട് നിറയണം. ചില മനസ്സുകളെ കീഴടക്കുന്ന നിരാശ മേഖലകളെ ഇന്ന് പിഴുതെറിയുന്ന ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നീ നിരാശപ്പെട്ടിരിക്കണമെന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുവാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല നിരാശപ്പെടാൻ. ആ പ്രത്യാശയുള്ളവനായി ഏറ്റെടുത്ത് ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുക. ഞാൻ സ്തോത്രം ഒരു വാക്യത്തിലേക്ക് പെട്ടെന്ന് വരാം. നിങ്ങളുടെ ചിന്തകളെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. 27-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം
ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ പ്രത്യാശയുടെ ഓപ്പോസിറ്റ് നിരാശയാണ്. അപ്പൊ നിരാശയെക്കുറിച്ച് ചില വചനം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. എസെക്കിയേൽ പ്രവചനം ഒന്നെടുത്ത് 37-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, വളരെ സുപരിചിതമായ വാക്യം. ആ വാക്യത്തിനകത്ത് അല്പനേരം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. 37-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. ഇവിടെ എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തില് അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു താഴ്വരയാണ്. ആ താഴ്വരയിലേക്ക് എസെക്കിയേലിനെ ദൈവം എടുത്തോണ്ട് നിർത്തുക. ആ ചെതറിക്കിടക്കുന്ന അസ്ഥി, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി എന്ന് പറയുന്നത് ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയാ കാണിക്കുന്നത്. സ്തോത്രം. പ്രത്യാശ നഷ്ടപ്പെട്ടാൽ ഒരുവന്റെ ജീവിതം മുടിഞ്ഞില്ലായ്മപ്പെട്ടു പോകുമെന്ന ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ പ്രത്യാശ ഇല്ലാത്തവന് പ്രത്യാശ നൽകുന്നത് വചനവും പരിശുദ്ധാത്മാവുമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, അലങ്കോലപ്പെട്ട് കിടക്കുന്ന പലതിനെയും അലങ്കരിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ചിതറി മറിഞ്ഞു കിടക്കുന്ന പലതിനെയും കൂട്ടി യോജിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യട്ടെ. അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ നിരാശ മേഖലകളെ, ആ പ്രത്യാശയില്ലാത്ത അവസ്ഥകളെ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് വഴിമാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കുറേ പേർക്ക് പ്രത്യാശ കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. ചില നിരാശപ്പെട്ട വീടിനകത്ത് പോയി അവർക്ക് പ്രത്യാശ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ ദൈവം ഒരു വീട്ടിലേക്ക് അയക്കുന്നത് അവരുടെ പ്രശ്നത്തിൻ്റെ ആക്കം കൂട്ടാനല്ല, അവർക്ക് പ്രത്യാശ പറഞ്ഞു കൊടുക്കാനാണ്. എത്ര പേര് അതിനാമയും പറയും? ഒരു വീട്ടിൽ കയറി നിരാശ പറയരുത്, പ്രത്യാശ പറയണം. എസെക്കിയേലിനെ ആത്മാവ് എടുത്തുകൊണ്ട് എവിടെ നിർത്തി? അസ്ഥിയുടെ താഴ്വരെ കൊണ്ട് നിർത്തി. എന്നിട്ടൊരു ചോദ്യം, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കും? അവൻ്റെ മറുപടി കേട്ടോ, യഹോവേ നീ അറിയുന്നു. സ്തോത്രം. എന്നിട്ട് അവനോട് ദൈവം പറയുകയാണ്, ഈ അസ്ഥിയോട് വചനം പ്രസംഗിക്കുക. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ യഹോവയുടെ വചനം കേൾക്ക്. ഇരിക്കുന്ന ചിലരോട് പറയാ, നിന്നെ കരയിപ്പിച്ച ചില വിഷയത്തിനകത്ത് ഇന്ന് പ്രത്യാശ ഏറ്റെടുക്കണം. നിന്നെ വളരെ സങ്കടപ്പെടുത്തിക്കുന്ന ചില വിഷയത്തിനകത്ത് പ്രത്യാശ ഏറ്റെടുക്കണം. സാഹചര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ പ്രത്യാശയുള്ളവൻ പറയും, ദൈവം നടത്തി തരും. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ കാര്യം ദൈവം നടത്തി തരും. നിന്റെ സന്തതിയുടെ കാര്യം ദൈവം നടത്തി തരും. നിന്റെ കുടുംബം ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മനസ്സിനകത്തൊന്ന് പറഞ്ഞ് നിന്റെ കാര്യം ദൈവം നടത്തിത്തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ കാര്യം ദൈവം നടത്തി. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറ, നിന്റെ കാര്യം ദൈവം നടത്തി തരുമെന്ന് പറ. നടക്കാൻ ഒരു സാധ്യതയുമില്ല, പക്ഷെ ദൈവം നടത്തി തരും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഇന്നിവിടെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പറയാം, നിരാശപ്പെടണ്ട, പ്രത്യാശിച്ചാൽ മതി. ഞാൻ ഒരിക്കലൊരു ഫാമിലി, ഹസ്ബൻഡും വൈഫും ഈ നമ്മുടെ ഈ തിരുവല്ലായിലെ പ്രയറി നടക്കുമ്പോൾ അവർ ആ ഒരു പോർഷനിലായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് കുരുവിളേച്ചാനൊക്കെ ഇരിക്കുന്ന ആ പോർഷനിലായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി നടന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ചെവി, അദ്ദേഹം ഇച്ചിരി പൊക്കം കൂടിയ ആളാണ്, അദ്ദേഹത്തിൻ്റെ ചെവി ഞാനിങ്ങനെ എത്തി പുള്ളിയുടെ ചെവി ചെന്ന് പറഞ്ഞു, സ്തോത്രം, നിന്റെ വലത്തെ കയ്യിൽ ഒരാൺകുഞ്ഞും ഇടത്തെ കയ്യിൽ ഒരു പെൺകുഞ്ഞും, രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് നീ നടക്കുന്ന കാഴ്ച ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരനക്കവും ഇല്ല. പുള്ളി യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ ഒന്നും തോന്നല്ലേ, ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ പിള്ളേരുണ്ടാകത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെനിക്കറിയത്തില്ലല്ലോ, യേശുവല്ലേ എന്നോട് പറഞ്ഞേ. സ്തോത്രം. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഒരാങ്കൊച്ചിനെയും കൊണ്ട് വന്നു. എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതല്ല ശരി, കർത്താവ് പറഞ്ഞതാ ശരി. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതും കറക്റ്റാണ്. കാരണം ഡോക്ടർ പറഞ്ഞത് മാനുഷികമാണ്, ദൈവം പറഞ്ഞത് ആത്മീയമാണ്. 2ാം പ്രാവശ്യം ഞാൻ കാണുമ്പം ഒരു പെങ്കൊച്ചുമുണ്ട്.
ഞാൻ എന്തിനാ ഈ സന്ദേശമൊക്കെ നിന്നോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. എവിടെ നിരാശ വരുന്നുണ്ടോ അവിടെ നിനക്ക് വചനത്തിലൂടെ പ്രത്യാശ തരും. എല്ലാവരുടെയും അടുക്ക പ്രവചിക്കാം, പക്ഷേ നിനക്ക് ഇത് വചനം കേൾക്കുമ്പോൾ അറിയാം അത് എന്നോടാണ്, അത് എൻ്റെ കുടുംബത്തോടാണ്, അത് എൻ്റെ തലമുറയോടാണ്. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്റെ ഉണങ്ങിയ അവസ്ഥ, നിർജീവ അവസ്ഥ, നിന്റെ വാടിയ അവസ്ഥ അതിന്ന് പൊട്ടിമാറണം. ഇതിനകത്ത് ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന ദൈവം ചെയ്യട്ടെ. നിന്നെ തകർക്കാൻ ആര് നോക്കിയാലും നിന്റെ അകത്തെ പ്രത്യാശ, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റബന ഹഡബദിനി ബിഗുഡമന, നിന്റെ അകത്തളങ്ങളിലെ പ്രത്യാശ തലവെക്കട്ടെ. നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ദൈവം നടത്തിത്തരും. ദൈവം അത് നടത്തിത്തരും. ദൈവം അത് സ്തോത്രം. നമ്മുടെ ചർച്ചിലെ കോട്ടയം ചർച്ചിലെ ഒരു ബ്രദർ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒരു ഫയലിലാക്കി. എവിടെ വെച്ചാൽ ഫയൽ കാണുന്നില്ല. പുള്ളി ഒരു 2 ആഴ്ചയായിട്ട് മുഴുവൻ തപ്പിയിട്ട് ഫയൽ കാണുന്നില്ല. പുള്ളി ഭയങ്കര സങ്കടത്തോടെ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പാസ്റ്ററേ സ്തോത്രം, സർട്ടിഫിക്കറ്റ് കാണുന്നില്ല, എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. പുള്ളി വന്നത് പ്രാർത്ഥനയിൽ എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ പറഞ്ഞു, അത് നിനക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തി തരും. ഒരു ദിവസം വൈകിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പുള്ളിക്കാരന് അന്ന് വരെ കസേര ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്ന് പുള്ളി താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ടി വിയുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ പത്രമൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അലങ്കോലപ്പെട്ട് കിടക്കുന്ന പത്രം ഓരോന്ന് അടുക്കിയപ്പോൾ ഒരു ഫയൽ ഇരിക്കുന്നു, മുഴുവൻ സർട്ടിഫിക്കറ്റ് ഓത്തിലുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനും പ്രവാചകനായെന്ന്. ആരാ? പുള്ളി. കാരണം തൻ്റെ സർട്ടിഫിക്കറ്റ് എത്ര ദിവസമായിട്ട് തന്നെ ഭാരപ്പെടുത്തിയ വിഷയം താൻ ഇരുന്ന് പ്രാർത്ഥിച്ച ടി വി സ്റ്റാൻഡിൻ്റെ അടിയിൽ മനോരമ പേപ്പറിനകത്ത് അന്ന് കൊണ്ടുവച്ചപ്പോൾ എവിടോട്ടോ എടുത്തു വെച്ചതാണ്. പിന്നെ തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയി. സ്തോത്രം. അവിടെ ഇരിക്കുക. ആ ഫയൽ എടുത്ത് പിടിച്ചുകൊണ്ട് എന്നെ വിളിച്ചു, ഞാനും പ്രവാചകനായി. എന്താ ഇവിടുത്തെ സന്ദേശം? നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടൊക്കെ എന്തൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞു അതെല്ലാം ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം നിങ്ങളോട്. എനിക്കത് എത്ര പ്രസംഗിച്ചാലും തീരരുത്. നിന്റെ ആവശ്യം എന്തോ അതാ നിനക്ക് ദൈവം തരുന്നത്. ഹാഗറിന് ആവശ്യം ഒരു തുരുത്തി വെള്ളമാണ്, അവർക്ക് തുരുത്തി വെള്ളം കൊടുത്തു. അബ്രഹാമിന് ആവശ്യം ഒരാടാ, ആ ദൈവം ആടിനെ കൊടുത്തു. ഏലിയാവിന് ആവശ്യം അപ്പമാണ്, ദൈവം അപ്പം കൊടുത്തു. സാരംഭത്തിലെ വിധവയുടെ ആവശ്യം ക്ഷാമം മാറുമ്പോൾ നന്മ വരണം. എന്തു നിനക്ക് ആവശ്യമുണ്ടോ അത് നിനക്ക് എത്തിച്ചു തരാൻ. ഓ ഹല്ലേലൂയ. 1,00,000 ആവശ്യവും 1 കോടിയുടെ ആവശ്യവും 1 തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യവും 1 ടാങ്കർ ലോറി വെള്ളത്തിൻ്റെ ആവശ്യവും നിനക്കുണ്ടെങ്കിൽ അത് അതുപോലെ നടത്താൻ ഓ വിശ്വാസമുള്ള പ്രത്യാശമുള്ള ഒരു ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ നീ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഓർത്തോണം, നിന്റെ അകത്ത് പ്രത്യാശയുണ്ട്. ഓ ഹല്ലേലൂയ. ഇവിടെ എസെക്കിയേലിനെ അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയിലേക്ക് കൊണ്ടു നിർത്തി. ഞാനിവിടെ നിന്നുകൊണ്ടൊരു വെളിപ്പാട് പറയാം. എവിടൊക്കെയോ ചില ചലനങ്ങൾ നടക്കാൻ പോവാ. അവൻ ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാമല്ലോ. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. തുറന്ന് പറയുക, ഏത് നിരാശയും പൊട്ടാൻ വചനം കേട്ടാ മതി. ആര് പ്രസംഗിക്കുന്നതല്ല, വചനം കേട്ടാ മതി. വചനത്തിന് അത്ര ഭയങ്കര പവറാ. ഞാൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽ നീ കേൾക്കപ്പെട്ട മുറിവിനെ ഉണക്കാൻ ആ വചനത്തിന് കഴിയും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ചിലർ പറയും, എന്നോടാ വചനം. ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്ന എന്നോടാ, കേൾക്കുന്ന നിങ്ങൾ പറയുന്നത് നിങ്ങളോടാ. 1000 പേരൊരു യോഗത്തിനുണ്ടെങ്കിൽ 1000 പേരും പറയും അവരോടാ. അതിൻ്റെ കാരണം എന്താ? ദൈവവചന ഇരുവായ്ത്തലയുള്ള വാളാ. ഓ ജീസസ്, നിനക്ക് എന്താവശ്യമുണ്ടോ അത് വചനത്തിലുണ്ട്. അതുകൊണ്ട് ദൈവമക്കളോട് പറഞ്ഞ വചനം ആസ്വദിക്കണം. വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കണം. പോരാ, സ്വർഗീയ ദാനം ആസ്വദിക്കണം. എത്ര പേർ ആസ്വദിച്ച് ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ അസ്ഥിയോട് എന്ത് പറയണം? വായിച്ചേ. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. വചനം കേൾപ്പി. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിരാശയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ അടുക്ക കിട്ടിയാൽ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിരുത്തണം. വചനം കേട്ടാൽ മതി. എന്തുവാ? വചനം കേട്ടാൽ മതി.
അവർക്ക് വലിയ പ്രത്യാശ ഉണ്ടാകും. വചനത്തിൻ്റെ പ്രത്യേകത അത് വലിയ പ്രത്യാശ തരുന്നതാ. ഉണങ്ങിയ അസ്ഥികളെ വായിച്ചാട്ടെ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. ഈ വചനത്തിന്റെ പ്രത്യേകത ഇത് പറയുമ്പം ആത്മതലങ്ങളിൽ വലിയ ചലനങ്ങൾ നടക്കും. നീ മനസ്സിൽ കുറിച്ച പല പദ്ധതിയിൽ നിന്ന് പൊളിഞ്ഞു വീഴും. നിന്റെ നിരാശ മേഖലകൾ തകർന്നു വീഴും. മറിച്ച് നിന്റെ അകത്ത് പ്രത്യാശയുടെ പുതിയ തുടിപ്പ് പരിശുദ്ധാത്മാവിൽ നിന്ന് തരാൻ പോവുക. എന്തൊക്കെയോ നിന്റെ കുടുംബത്തിനകത്ത് എന്നോട് ദൈവം പറയാം, ചെതറിക്കിടക്കുന്നതിനകത്തൊക്കെ ഇന്ന് ദൈവശബ്ദം മുഴങ്ങാൻ പോവുക. നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തിയതിനകത്തൊക്കെ ഇന്ന് വചനം മുഴങ്ങാൻ പോകുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കൂടാരത്തിനകത്ത് ആ നിരാശ കയറിയ മേഖലയിൽ വചനം പ്രവർത്തിക്കുക. ഓ ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ഉള്ളില് ദൈവവചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ആരുടെയൊക്കെയോ അകത്ത് ദൈവവചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. റബന ഹഡമലബന. ഓ എവിടൊക്കെയോ ചലനങ്ങൾ നടക്കുക. നിന്റെ കൂടാരത്തിനകത്ത് ചില ചലനങ്ങൾ നടക്കുക. വചനമയച്ച് വിടുവിക്കുന്ന ശബന ഹഡബലബഡബല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, വളരെ പെട്ടെന്ന് ചില റിസൾട്ട് ചിലർ കാണാൻ പോവുക. ഞാൻ ദൈവശബ്ദമാണ് കൈമാറുന്നത്. വളരെ പെട്ടെന്ന് ചില റിസൾട്ട്, ദൈവവചനം നിമിത്തമുള്ള റിസൾട്ട്. ഓ നിന്റെ കൂടാരത്തിനകത്ത് ഇങ്ങനൊക്കെ നടക്കുമോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിന്റെ ശത്രു കാണുക. നിന്റെ വീടിനകത്ത റിസൾട്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമീൻ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് ദൈവത്തിന്റെ തീ വ്യാപരിക്കുക. റജ സഖന. ചില ചിതറിക്കിടക്കുന്നതിനെ, ഷേപ്പ്ലെസ് ആയതിനെ ഇന്ന് ഷേപ്പാപ്പി എടുക്കുന്ന വചനം. ഞാൻ 30 വർഷമായി യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ലൈഫ് ഒരു ഷേപ്പ്ലെസ് ആയ ഒരു ലൈഫായിരുന്നു. ഒന്നിനും ഒരു ഷേപ്പില്ല. ഞാൻ എന്ന് വചനം കേൾക്കാൻ തുടങ്ങി അന്ന് തൊട്ട് എൻ്റെ ലൈഫിൻ്റെ പല മേഖലകളെ ദൈവം പണിയുവാൻ തുടങ്ങി. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ വചനത്തെ വ്യാഖ്യാനിച്ച് തരികയാണ്. ഓരോ ദൈവവചന കേൾവിയും നിങ്ങളെ തകർക്കുവല്ല, നിങ്ങളുടെ ചെതറപ്പെട്ട് കിടക്കുന്നതിനെ ഒക്കെ കൂട്ടിയോജിപ്പിക്കുന്ന, ഷേപ്പ്ലെസ് ആയി കിടക്കുന്ന നിൻ്റെ ലൈഫ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വരപ്പിച്ചിട്ട് ആ പ്ലാൻ്റെ ദൈവത്തിന് സ്തോത്രം ഫ്രണ്ട് എലിവേഷൻ ഒരു 3D ആയിട്ട് എടുത്തിട്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ പതിയും. ഇപ്പോഴും കോട്ടയത്ത് പണിതുകൊണ്ടിരിക്കുന്ന ചർച്ച് 3D പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതേലാണ് നമ്മൾ ഈ ചർച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലത് വലിയ ഫോട്ടോയാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്തുകൊണ്ട് അവിടെ 3D പ്രിൻ്റാക്കിയിട്ട് കോട്ടയത്ത് പണിയുന്ന ചർച്ചിനെ വലിയ ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ്. പക്ഷേ അത് ഇതുവരെ ഷേപ്പായിട്ടില്ല. ആഗസ്റ്റ് 15-ാം തീയതി അത് ഷേപ്പാവും. അതിന് മുമ്പേ ഷേപ്പായി അതിനകത്ത് കയറും. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഷേപ്പ്ലെസ് ആയി കിടക്കുന്ന സകല മേഖലകളിലും വചനം പണി തുടങ്ങുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നീ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ഏറ്റെടുക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ എവിടൊക്കെ ഷേപ്പ്ലെസ് ആയി കിടപ്പുണ്ടോ അതിനെയൊക്കെ ഷേപ്പാക്കി എടുക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, കണ്ടാൽ ഭംഗിയില്ലെന്ന് തോന്നുന്ന ചിലതിനെ ദൈവം ഭംഗിയുള്ളതാക്കി മാറ്റാൻ പോവുക. നിന്റെ കുടുംബത്തെ ദൈവം അലങ്കരിക്കാൻ പോകുക. നിന്റെ സന്തതിയെ ദൈവം മാനിക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഷേപ്പ്ലെസ് ആയി കിടക്കുന്നത് ഇവിടെ ക്രിയ ചെയ്യുന്നത് വ്യക്തികളല്ല, വചനവും ആത്മാവുമാണ്. ജീസസ്, ജീസസ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. ഒരു പിടി അസ്ഥിക്കകത്തോട്ട് വചനത്തിനെയും ആത്മാവിനെയും കടത്തിവിട്ടപ്പോൾ ഒരു സൈന്യം പുറത്തു വന്നു. നിന്റെ ഒരു പിടി പ്രശ്നത്തിനകത്തോട്ട് വചനത്തിനെയും ആത്മാവിനെയും കടത്തിവിട്ടാൽ ചലിക്കുന്ന ജീവനുള്ള മറുപടി. യേശുവിൻ്റെ നാമത്തിൽ. എവിടൊക്കെയോ ദൈവാത്മാവരെ ചെതറപ്പെട്ട് കിടക്കുന്നത്, വിഘടിച്ച് കിടക്കുന്നത്, മുറിഞ്ഞു പോയത്, അറ്റുപോയത്, നിരാശപ്പെട്ട് കിടക്കുന്നതിനെ തമ്പുരാൻ പണിയുക. എത്ര പേരത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല.
അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേച്ചോടാ, ദൈവം പണിയാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. ഞാൻ ഈ വചനം എന്നോട് സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞാനും മനസ്സിൽ പറഞ്ഞ്, കർത്താവേ അല്പം കൂടെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണേ. നിന്റെ മിനിസ്ട്രിക്ക് സൗന്ദര്യം വരാൻ പോവുക, നിന്റെ കുടുംബജീവിതത്തിന് സൗന്ദര്യം വരാൻ പോവുക, നിന്റെ വീടിൻ്റെ ഭാവം മാറാൻ പോവുക, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവം മാറാൻ പോവുക. അണിയിച്ചൊരുക്കിയ മണവാട്ടിയെ പോലെ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണ എന്ന് വായിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിന് സൗന്ദര്യം വർദ്ധിക്കുന്നു. ഓ റബല ഹദലബട ഓ റഗദല ഹസ്സസി. ആ നിരാശ മേഖലകൾ പൊട്ടട്ടെ. പിശാച് ചവിട്ടി മെതിച്ചതൊക്കെ ഇന്ന് റീക്രിയേഷൻ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോളി സ്പിരിറ്റ് പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഓ ഷെയ്പ്പ്ലെസ് ആയി കിടക്കുന്ന ചിലതിനെ തമ്പുരാൻ ഷെയ്പ്പാക്കിക്കൊണ്ട് വരാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, ഞാനൊരു പ്രത്യേക കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കൂടെ ഞാൻ വെളിപ്പെടുത്താം. അടുത്ത 4.5 മാസത്തിനകം ചിലരുടെ ലൈഫിന് വലിയ സൗന്ദര്യം വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത പോലൊരു പണി നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. എത്ര പേർക്ക് തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇരുത്തേണ്ടടുത്ത് നിന്നെ ഇരുത്തും, നിർത്തേണ്ടടുത്ത് നിന്നെ നിർത്തും, മാനിക്കേണ്ട പോലെ നിന്നെ മാനിക്കും. നിന്റെ നിരാശ മേഖലകളെ പൊട്ടിക്കുന്ന. ഓ ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഇതിനകത്ത് ദൈവം ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ കർത്താവ് ഇറങ്ങി നടക്കുകയാണ്. അബ്രഹാമേ, നിന്റെ കുടുംബത്തിൽ നീയും സാറയും മാത്രം പോരാ, കുറെ നക്ഷത്രം കൂടെ വേണം. ഞാനൊന്ന് ഇറങ്ങി നടന്ന് നിന്റെ കുടുംബത്തിന് ഷേപ്പ് വരുത്താൻ പോവാ. ഓ യേശുവിൻ്റെ നാമത്തിൽ അമ്മ എന്നോട് ദൈവത്തിൻ്റെ ആത്മാരെ, ഇല്ലാത്തത് എന്തൊക്കെയോ നിന്റെ കുടുംബത്തോട് ദൈവം ആഡ് ചെയ്യാൻ പോവാ. ഇല്ലാത്തത് എന്തൊക്കെയോ നിന്റെ കുടുംബത്തോട് ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു ദൂതൂടെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയെ പറയാം. ദൈവത്തിന് സ്തോത്രം. അമ്മ ഒരിക്കൽ ദൈവത്തിൻ്റെ ദാസൻ പോയപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ ദൈവദാസൻ ഒരു വിശുദ്ധനായ ദൈവപുരുഷൻ. ആരാ പറഞ്ഞെന്ന് പറയാമോ? ശൂനേംകാരത്തി. ശൂനേംകാരത്തിൻ്റെ വീട് മനോഹരമാണ്, പക്ഷേ അതിനോട് ചേർന്ന് ഒരു മാളികമുരുടെ വന്നേലേ അത് അല്പം കൂടെ മനോഹരമാകത്തുള്ളൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയും, ആരുടെയൊക്കെയോ ലൈഫിൽ എന്തൊക്കെയോ ചേർത്ത് പണിയാൻ പോവാ. നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു ചേർത്ത് പണി നടക്കും. നിന്നെ വെറുതെ ഇവിടെ കൊണ്ടുവന്നതല്ല ദൈവാത്മാവ്, ഒരു ചേർത്ത് പണി. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ആ നിർജീവാവസ്ഥ പൊട്ടട്ടെ, ആ നിരാശ പൊട്ടട്ടെ, ആ സങ്കടം പൊട്ടട്ടെ, ആ പരാജയം പൊട്ടട്ടെ, ആ പ്രത്യാശയുടെ സമൃദ്ധി. ഓ റബല ഹഡബന. നീ കരഞ്ഞുകൊണ്ടിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു, പക്ഷേ ആ അവസ്ഥ മാറാൻ പോവുക. നീ ചിരിക്കാൻ പോവുക, നിന്റെ ശത്രു കരയാൻ പോവുക. നീ ആനന്ദിക്കാൻ പോവുക, നിന്റെ ശത്രു തലകുനിക്കാൻ പോവുക. പരിശുദ്ധാത്മാ പറയാ, പ്രത്യാശയുടെ സമൃദ്ധി. ഓ റബല ഹഡബല ബട. ആരൊക്കെ നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ വന്നാലും ആ പ്രത്യാശ ആര് സ്വീകരിക്കുന്നുണ്ടോ അവരാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. വളരെ പെട്ടെന്ന് വാക്കുകളെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേ സ്തോത്രം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. ഒരു പ്രവചനം പറഞ്ഞു നിർത്താം. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേച്ച് പറ, നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് പറ. ഗ്ലോറിക്കുള്ളൂ. എന്തോണ്ട് ഒന്ന് ഉറക്കെ പറഞ്ഞ എന്തോണ്ട്. അവർ പറയുന്നില്ല എന്താ പറയണ്ടേ? ശുഭഭാവി. എന്തോണ്ട്? ശത്രു അലങ്കോലപ്പെടുത്തി കിടക്കുന്നിടത്തൊക്കെ ഒരു ശുഭഭാവി. നിന്നെ ദൈവം ഭദ്രമാക്കാൻ പോവുക. നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, വേണ്ടാത്തതിനെ മുറിച്ചു മാറ്റി വേണ്ടിയതിനെ ചേർത്ത് പണിയുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. വേണ്ടാത്തതിനെ ചില ശരീരത്തുനിന്ന് വേണ്ടാത്തതിനെ നിർമൂലമാക്കുന്നു, വേണ്ടിയതിനെ ചേർത്ത് പണിയുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വേണ്ടാത്ത ഹല്ലേലൂയ. ആത്മാവ് എന്നോട് പറയുക, ഞാൻ വേണ്ടാത്തതൊക്കെ മുറിച്ചു കളയും. ദിവസങ്ങളിൽ
ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് വേണ്ടാത്തതിനെ നീക്കം ചെയ്യും. ചില വ്യക്തികൾക്കകത്തുനിന്ന് വേണ്ടാത്തതിനെ നീക്കം ചെയ്യും. ചിലരുടെ ആത്മീക ജീവിതത്തിൽ നിന്ന് വേണ്ടാത്തതിനെ നീക്കം ചെയ്യും. വേണ്ടിയതിനെ ചേർത്ത് പണിയും. ആത്മാവ് പറയുക, ഷേപ്പ്ലെസ് ആയ നിന്റെ ലൈഫ് ഷേപ്പുള്ളതാക്കി തരാൻ പോവുക. നീ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ 2024 എന്ന വർഷം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ഫ്യൂച്ചറിനെ പണിയുന്ന ദൈവം. പ്രത്യാശിക്കുന്ന ശുഭഭാവി. യോബിന്റെ സമ്പത്തും ആരോഗ്യവും പിള്ളേരെയും കുടുംബത്തെ മുഴുവൻ സാത്താൻ തകർത്തു. ചാരത്തിലിരുന്ന് ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന യോബിന്റെ അടുക്കൽ സാത്താൻ വന്നേച്ച് വെച്ച് എങ്ങനുണ്ടെന്ന് ചോദിച്ചു. യോബ് പറഞ്ഞു, സുഖമായിരിക്കുന്നു, ഇനിയും ഞാൻ നിന്നെ മുറിക്കും. ഉടനെ യോബ് ചോദിക്കുക, സാത്താനെ വൃക്ഷത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിനൊരു പ്രത്യാശയുണ്ടെന്നറിയാവോ? അറിയത്തില്ല. എന്താ പ്രത്യാശ എന്നറിയാമോ? നീ ഏത് കൊമ്പ് മുറിക്കുന്നോ അവിടുന്ന് അടുത്ത 5 മുള ഒരുപോലെ പൊട്ടും എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ ആരോഗ്യത്തിൻ്റെ ശിഖരം മുറിച്ചെങ്കിൽ, എൻ്റെ സമ്പത്തിൻ്റെ ശിഖരം മുറിച്ചെങ്കിൽ, എൻ്റെ പ്രത്യാശയുടെ ശിഖരം മുറിച്ചെങ്കിൽ, നീ നോക്കി നിൽക്കേ, ഞാൻ കിളിർക്കുന്ന ദിവസങ്ങൾ. തിരിച്ചറിവുള്ളവർ സ്തോത്രം ചെയ്യ്. നിന്റെ ആരോഗ്യത്തെ മുറിച്ചെങ്കിൽ, സമ്പത്തിനെ മുറിച്ചെങ്കിൽ, നീ തീരുവല്ല, നിന്റെ അകത്തുനിന്ന് ഒരു പൊട്ടിക്കിളിർപ്പ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നീ ദേശത്ത് തല കുനിക്കാൻ പോവല്ല. ആമി അടത്തിയത് ഒരു കിളിപ്പാണെങ്കിൽ വരാൻ പോകുന്നത് 5 കിളിർപ്പാ. പിശാചേ, നിനക്കറിയാവോ, വൃക്ഷമായ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി 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 കിളിർക്കും. ഒരാമയും വരുന്നില്ല. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപവാദം പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ തകർത്തവന്റെ മുമ്പിൽ ദൈവം നിന്നെ പൊട്ടി 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 കിളിർപ്പിക്കും. അതിൻ്റെ ഇളം കൊമ്പുകൾ വിടരാതിരിക്കത്തില്ല. എന്നിട്ട് പറയാം, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അത് കിളിർക്കും. ഇന്ന് പകൽ നീ നിൽക്കുന്നത് ഒരു ആത്മനദിയുടെ കരയിലാണ്. ഇതിനകത്ത് വെള്ളത്തിന്റെ ഗന്ധം തട്ടിയാൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. ഇന്ന് ഈ ദൂത് തീരുന്നതിന് മുമ്പ് ചിലരോട് പരിശുദ്ധാത്മ പറയുക, ഈ നദിയുടെ ചലനം മനസ്സിനകത്ത് പറഞ്ഞേ, നിന്നെ ദൈവം കിളിർപ്പിക്കും. നോക്കിയേ, എല്ലാം യോബിന് നഷ്ടപ്പെട്ടെ. യോബിന്റെ ഫാം പൂട്ടി, ആടിന്റെ ഫാം പൂട്ടി. 7000 ആടായിരുന്നു, ഫാം പൂട്ടി. സാത്താൻ ഹാപ്പിയായി, നാട്ടുകാരും ഹാപ്പിയായി. സ്തോത്രം. ഒരു ദിവസം ഒരു ലോറിയേല് സ്തോത്രം അടുത്ത ഫാമിന്റെ മെറ്റീരിയൽസ് വരിക. എങ്ങോട്ടാ വന്നത്? യോബിന്റെ വീട്ടിൽ പോവാ. അതെന്തിനാ? അവിടെ 14,000 ആടിന് നിൽക്കേണ്ട കൂട് പണിയണം. മിണ്ടുന്നില്ല. ഏതു ദേശത്ത് നിന്നെ തകർത്തോ അവിടെ നിന്റെ പ്രത്യാശ വളരണം, വളരണം, വളരണം. നിനക്കേറ്റ മുറിവ് ദൈവം കാണുന്നുണ്ട്. നീ അനുഭവിച്ച യാതന ദൈവം കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന വേദന ദൈവം കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന കഷ്ടം ദൈവം കാണുന്നുണ്ട്. അത് കിളിർത്തേ പറ്റൂ. സാത്താൻ യോബിനോട് പറയുക, നിന്റെ വേരൊക്കെ പഴകിയല്ലോ. ഉടനെ യോബ് പറയാ, ഞാനൊരു കാര്യം വെയിറ്റ് ചെയ്യുക. എന്തുവാ? വെള്ളത്തിൻ്റെ ഗന്ധം തട്ടണം, തട്ടണം. അന്നേരം ഞാൻ കിളിക്കും. എവിടുന്നാ? നീ കാണുന്നിടത്തൂടെ അല്ല വെള്ളം വരുന്നത്. നിനക്ക് കാണാൻ പറ്റാത്തടത്തൂടെ ഒരു ഉറവ ഒഴുകി വരും. എൻ്റെ വേരിനെ ഒന്ന് കുതിർക്കും. ചിന്തിക്കാത്ത തലത്തിലൊരു ദൂത് നിന്നോട് പറയാം. നാട്ടുകാർ കാണുക അല്ല നിന്റെ ആമി വെള്ളത്തിൻ്റെ ഒഴുക്ക്. ആരാധനയുടെ നടുവില് ഈ വെള്ളം ഒഴുകി ഇറങ്ങുക. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകി വരുന്ന നദി, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന നിരാശപ്പെടരുത്, പ്രത്യാശിക്കണം. എത്ര പേർ പ്രത്യാശിക്കാൻ തയ്യാറാ?
ഇന്നിവിടെ എനിക്ക് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാം ചിലരുടെ അകത്ത് വലിയ പ്രത്യാശ അലതല്ലുക. ഇന്ന് വീട്ടിൽ പോയിട്ട് വരണം, ഞാൻ നിരാശപ്പെടാൻ പോവല്ല, ഞാൻ പ്രത്യാശിക്കാൻ പോവാ. ഒരു നിമിഷം